9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ മോഷൻ എന്ന ചാപ്റ്ററാണ്. മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻ്റ് അല്ലേ, ചലനം. അപ്പോൾ ഈ ചലനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ചലിക്കുമ്പോഴാണ് നമുക്കതിന് ചലനമുണ്ടെന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ബോഡികളും ചലിച്ചുകൊണ്ടല്ല ഇരിക്കുന്നത് അല്ലേ. ചിലതൊക്കെ റെസ്റ്റിലാണെന്ന് പറയും, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഉള്ള അതിൻ്റെ അതേ സ്ഥലത്ത് തന്നെ സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിസിക്സിൽ നമ്മൾ റെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ചലനം എന്ന് പറയുന്നത് എന്താണ്. ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് അതിൻ്റെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒറിജിൻ എന്ന് പറയാം, ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറുന്നില്ല എങ്കിൽ അത് എപ്പോഴാണ്, സമയം കഴിയും തോറും, അപ്പോൾ നമ്മളതിനെ റെസ്റ്റ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ഇഫ് എ ബോഡി is not changing its position from an origin or a fixed point in its surroundings by passage of time, we call that body is at rest. അതായത് ഞാനിപ്പോൾ ഈ പേന ഇവിടെ വെച്ചു, ഓക്കെ, ഈ പേനയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത് മൂവ് ചെയ്യുന്നില്ല. അത് ഞാനാണ് അപ്പോൾ ഒറിജിൻ അല്ലേ, എൻ്റെ വശത്തു നിന്നാണ് നോക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുമ്പോഴും ഇത് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് നിങ്ങളാണ് ഒറിജിൻ. അപ്പോൾ ഏത് ഒറിജിനിൽ നോക്കുമ്പോഴും അത് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല അല്ലേ. സമയം കഴിഞ്ഞു, ഇപ്പോൾ 1 മിനിറ്റോളമായി. ഇനി ഞാനിതൊരു 5 മിനിറ്റ് കൈ വെച്ചു, അപ്പോഴിത് ഇവിടെ തന്നെ ഇരിക്കുന്നു. 10 മിനിറ്റ് കൈ വെച്ചു, ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ റെസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതെ, അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം. നമ്മളിപ്പോൾ വീട്ടിലെ ഫർണിച്ചർ അതൊക്കെ മിക്കവാറും റെസ്റ്റിലാണല്ലേ. നമ്മൾ ഇടയ്ക്കെങ്ങാനും ഒന്ന് മാറ്റി ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫയും ടി വിയൊക്കെ എസ്പെഷ്യലി, അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ വീട്ടിലെ ആയുഷ്കാലം അതിനൊരു പൊസിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട് മാറുമ്പോഴൊക്കെ അത് മാറാറുള്ളൂ. അല്ലെങ്കിൽ ആ ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ അത് തന്നെയായിരിക്കും. കാരണം നമ്മൾ വീട് വെക്കുമ്പോൾ തന്നെ ഈ ഫ്രിഡ്ജിൻ്റെ സോക്കറ്റിനൊക്കെ ഉള്ള പ്രൊവിഷൻ നമ്മുടെ കിച്ചണിൽ കൊടുത്തിരിക്കും എപ്പോഴും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വേണം അല്ലേ. അപ്പോൾ അതെന്താണ്, ഒരു റെസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിൽ നിന്ന് നോക്കിയാലും അല്ലെങ്കിൽ കുറച്ച് മാറി ഹാളിലോ കോറിഡോറിലോ നിന്ന് നോക്കുമ്പോഴും ഒക്കെ ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ അവിടെ തന്നെയാണ്. അപ്പോൾ അതെന്താണ്, അത് റെസ്റ്റിലാണ്. അപ്പോൾ ഇത് എന്തായിരിക്കും നമുക്ക് ചലനം എന്ന് പറയുന്നത്? അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്താലാണ് അതിനെ നമ്മൾ ചലിക്കുന്ന വസ്തു എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാറിലോട്ട് നോക്കുകയാണെങ്കിൽ, കാറ് അവിടെ നിൽക്കുന്ന ഒരു കാറ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിങ്ങനെ അങ്ങ് നമ്മുടെ മുമ്പിൽ കൂടി കടന്നങ്ങ് പോയി. അപ്പം ഞാനാണ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് നോക്കും, അവിടെയായിരുന്നു കാറ്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു മീ, എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാറിൻ്റെ പൊസിഷൻ മാറി. പാസേജ് ഓഫ് ടൈം. കഴിഞ്ഞ 1 മിനിറ്റ് മുമ്പ് ബസ് അവിടെയായിരുന്നു, ആഫ്റ്റർ 1 മിനിറ്റ് ബസ് ഇവിടെയായി, അടുത്ത 1 മിനിറ്റ് ചിലപ്പോൾ ബസ് അങ്ങ് ദൂരെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ചലനം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇഫ് എ ബോഡി ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ with respect to its origin or a fixed point in its surrounding by passage of time. അപ്പോൾ അതിനെ നമുക്ക് ചലിക്കുന്നു എന്ന് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബേർഡ് പറന്നു, ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോകുമ്പോൾ നമുക്കറിയാം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ സെക്കൻഡ് സൂചി ആയാലും അവർ സൂചി ആയാലും അതെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്തെല്ലാം 5 സെക്കൻഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ, പിന്നെ നോക്കുമ്പോൾ അവിടെയല്ല. അപ്പോൾ അതെന്താണ്, അതൊരു കൈൻഡ് ഓഫ് മൂവ്മെൻ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് മോഷനിലാണ്. ഇനി ഈ റെസ്റ്റും മോഷനും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ നോക്കുന്ന ഒറിജിൻ വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടും റിലേറ്റീവാണ്. റിലേറ്റീവ് എന്ന് വെച്ചാൽ ആപേക്ഷികം എന്നാണ് അർത്ഥം. അതായത് ഒരാൾക്ക് റെസ്റ്റിലിരിക്കുന്ന വസ്തു മറ്റൊരാൾക്ക് റെസ്റ്റിലായിരിക്കണമെന്നില്ല. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ ആര് നോക്കിയാലും ഏത് ആംഗിളിൽ നോക്കിയാലും അത് റെസ്റ്റിൽ തന്നെയാണ് അല്ലേ, അത് മൂവ് ചെയ്യുന്നില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ എന്തുണ്ട്, അത് റിലേറ്റീവ് അല്ലെങ്കിൽ ആപേക്ഷികമാകാറുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി വണ്ടിയിൽ പോവുകയാണ്, ബസ്സിൽ പോവുക അല്ലെങ്കിൽ കാറിൽ പോവാന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫ്രണ്ട് മൂവ് ചെയ്യുന്നില്ല അല്ലേ. നിങ്ങളുടെ ഫ്രണ്ട് നോക്കുമ്പോൾ നിങ്ങളും മൂവ് ചെയ്യുന്നില്ല. എപ്പോഴാണ് മൂവ് ചെയ്യുന്നത്? നിങ്ങൾ എണീറ്റ് വേറെ സീറ്റിലോട്ട് പോവുകയോ അല്ലെങ്കിൽ ഇറങ്ങാനായിട്ട് ഡോറിൻ്റെ അടുത്തേക്ക് പോവുകയോ ചെയ്താലേ മൂവ് ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും റെസ്റ്റിലാണ്, നിങ്ങൾ ഇന്ന് സംസാരിക്കുന്നു. പക്ഷേ ഞാൻ പുറത്തുനിന്ന് നിങ്ങൾ പോകുന്ന ബസ് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മൂവ് ചെയ്യുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പൊസിഷൻ മാറി മാറി പോവുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് റെസ്റ്റിലാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മോഷനിലാണ്. അപ്പോൾ മോഷനും റെസ്റ്റും എന്താണ്, ആപേക്ഷികമാണ്. ഏതൊക്കെ തരത്തിലുള്ള ചലനങ്ങളാണുള്ളത് നമുക്ക് നോക്കാം. ഇനി റെക്റ്റിലീനിയർ മോഷൻ, അതായത് ഒരു കാറൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്ത് പോകുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റെക്റ്റിലീനിയർ. അതായത് സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനെയാണ് റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളൊക്കെ ഈ ഏതെങ്കിലും ഒരു ചെറിയ പോണ്ടിൻ്റെ അടുത്തോ റിവറിൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു കല്ലെടുത്ത് ഇങ്ങനെ അങ്ങ് എറിയും.
ആ കല്ലിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണോ പോകുന്നത്? അല്ല, കല്ലൊരു കർവ്ഡ് പാത്തിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് കർവി ലീനിയർ മോഷൻ. ഒരു കർവായിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് കർവി ലീനിയർ മോഷൻ എന്ന് പറയുന്നത്. പിന്നെ റൊട്ടേറ്ററി മോഷൻ, അതായത് എർത്ത് അതിൻ്റെ ആക്സിസിൽ ചുറ്റുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൂടാതെ നമ്മുടെ ഫാനിൻ്റെ ബ്ലേഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് റൊട്ടേറ്ററി മോഷൻ. പിന്നെ എന്താണ് ഓസിലേറ്ററി മോഷൻ? ഓസിലേറ്റ് ചെയ്യുക. നിങ്ങളൊരു കല്ലെടുത്തൊരു സ്ട്രിങ്ങിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു മാല ഇങ്ങനെ എടുത്ത് അത് ഓസിലേറ്റ് ചെയ്ത് അതിൻ്റെ പെൻഡൻറ്റ് നമുക്ക് മൂവ് ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ നമ്മുടെ പഴയ ക്ലോക്കിൻ്റെയൊക്കെ പെൻഡുലം കിടന്ന് ഓസിലേറ്റ് ചെയ്യുന്നത് കാണാം. പിന്നെ വൈബ്രേറ്ററി മോഷനാണ്. വൈബ്രേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്കെല്ലാം സുപരിചിതമാണ് അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണ് വൈബ്രേറ്ററി മോഡിൽ ഇടാറുണ്ട്. അതായത് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫോൺ ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടെന്നുള്ളത്. അതെന്താണ് വൈബ്രേറ്ററി മോഷൻ? അതെപ്പോഴും നമുക്ക് സാധാരണ കാണുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇപ്പോൾ ഞാൻ ഗിറ്റാറോ വീണയോ വയലിനൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ആ സ്ട്രിങ്സിലെ വൈബ്രേഷൻ കൊണ്ടാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വോക്കൽ കോഡ് ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കാനും കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വൈബ്രേറ്ററി മോഷന് എക്സാമ്പിൾ. അപ്പോൾ ഒരു ബോഡി ഒരു സ്ഥാനം മാറുന്നില്ല എങ്കിൽ, ഒരു പൊസിഷനിൽ നിന്ന് നോക്കുമ്പോൾ, ഒരു ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ സ്ഥാനം മാറുന്നില്ല എങ്കിൽ അത് റെസ്റ്റിലാണ്. അതിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അത് മോഷനിലാണ്. ഇനി റെസ്റ്റും മോഷനും ആപേക്ഷികമാണ്. ഒരു പോയിന്റിൽ നിന്ന് മോഷനിലാണെങ്കിൽ മറ്റൊരു പോയിന്റിൽ നിന്ന് അത് റെസ്റ്റിലായിരിക്കാം. അതിനുള്ള എക്സാമ്പിൾ നമ്മൾ ബസ്സിൽ മൂവ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത് പലതരം മൂവ്മെൻറ്റ്സ് ഉണ്ടെന്ന്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും. അതായത് നമ്മൾ ഫിസിക്സിലെ പല ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ ചിലതെല്ലാം നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയുള്ളൂ, എത്രയാണ് അതിൻ്റെ അളവ് എന്ന് മാത്രം പറയുമ്പോൾ അതിനെ പറയുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റി. അതായത് ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ് ഓൺലി ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് വി കോൾ ഇറ്റ് ആസ് എ സ്കേലർ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു വസ്തുവിൻ്റെ മാസ് ഇത്രയാണ്, അപ്പോൾ അതൊരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. അവിടെ ഞാൻ ഡയറക്ഷനെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ 10 km/h സ്പീഡിൽ ഓടുകയാണ്, അവിടെ ഞാൻ നിങ്ങൾ ഏത് ഡയറക്ഷനിൽ ഓടി എന്ന് പറഞ്ഞില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ സ്പീഡ്, എത്ര വേഗത്തിലാണ് നിങ്ങൾ ഓടുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവിടെയും എന്താണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഈ റൂമിൻ്റെ ഏരിയ ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അപ്പോൾ അതെന്താണ്, ഞാനവിടെ ഡയറക്ഷൻ പറയുന്നില്ല, വെറുതെ ഏരിയ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതും എന്താണ്, ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. ഈ സാരിയുടെ ലെങ്ത്ത് 5.5 മീറ്റർ ആണ്, അപ്പോൾ അതെന്താ, വീണ്ടും ഒരു സ്കേലർ ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ എൻ്റെ ഹൈറ്റ് ഇത്ര സെൻറ്റിമീറ്റർ ആണ്, അതും ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ചില സമയത്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നമ്മൾ ഡയറക്ഷനും കൂടി പറയേണ്ടി വരും. അതായത് ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് both magnitude as well as direction, then it is called a vector quantity. വെക്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഡയറക്ഷനും ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾ 10 km/h ഓടി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറയുകയാണ് നിങ്ങൾ 10 km/h നോർത്തിലേക്കാണ് ഓടിയത്, അവിടെ എന്ത് വന്നു, ഡയറക്ഷനും കൂടെ വന്നു. അപ്പോൾ അത് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് പറഞ്ഞു, മാസിന് നമ്മൾ ഡയറക്ഷൻ പറഞ്ഞില്ല. പക്ഷേ വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഭൂമിയുടെ ആകർഷണം, ഗുരുത്വാകർഷണം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലേ, ഗുരുത്വാകർഷണം എപ്പോഴും ഭൂമിയിലേക്കാണ്. അപ്പോൾ അതെന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതേപോലെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ടോർക്ക് എന്ന് പറഞ്ഞാൽ, അത് നിങ്ങളിനി ഹയർ ക്ലാസ്സിൽ പഠിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ മൊമെൻറ്റം, അതെല്ലാം ഫോഴ്സ്, ഇതിനൊക്കെ എന്തുണ്ട്, ഒരു ഡയറക്ഷനും കൂടി പറയണം. അപ്പം അതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുന്ന ക്വാണ്ടിറ്റി ആണെങ്കിൽ സ്കേലർ ക്വാണ്ടിറ്റി, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉൾപ്പെടുന്നവയാണെങ്കിൽ അതിനെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്നും പറയും. എൻ്റെ ലെസൺസ് എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ലൈക്ക് തരാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.